തീർത്തും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ചില സമയങ്ങളിൽ അവർ നമുക്ക് പ്രിയപ്പെട്ടവരല്ലാതായി തീരും. അത്തരം ഒരു കുടുംബവിശേഷവുമായി 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചുകൂട്ടുകാർ ഒരു കോമഡി സ്കിറ്റുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു. അവർക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്ത് ഈ ഡ്രാമ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രംഗത്ത് സയാൻ കെ നാസിം, ഫൗസാൻ മുഹമ്മദ്, സനയ ഫാത്തിമ, ഇഹ്സൻ അൻവർ, ഇഷ ബിൻ മുഹമ്മദ്, ഖദീജ ഫൈസൻ, ദുവ മറിയം, ഐമൻ അഹമ്മദ്. പ്രിയമുള്ളവരെ, പ്രകൃതി നമുക്ക് എല്ലാമാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിൽ നാം ഒന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വിരുന്നുകാരെന്ന് പറഞ്ഞ ആര് പടിക്ക് വന്നാലും നമ്മൾ ഈ പുരയുടെ അകത്തോട്ട് കയറ്റൂല. അതെന്താ? പ്രായം അറിയാണ്ട് കണ്ട് തുള്ളല്ലേ, എന്താ കാര്യമെന്ന് പറയാൻ? നിങ്ങൾക്ക് നമ്മളോട് പെരുത്ത സ്നേഹം ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ നമ്മുടെ ഫോട്ടോ പേഴ്സണായിട്ട് വെച്ചോണ്ട് നടക്കണേ. എടി, എന്തെങ്കിലും എടുങ്ങേറായിട്ടുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആകെ ചുറ്റിത്തിരിഞ്ഞ് നട്ടം കറങ്ങി അലാക്കിന്റെ അവലിമഞ്ഞ പരുവത്തിൽ ഇരിക്കുന്ന സമയത്ത് നിന്റെ ഈ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കുമ്പോ നമുക്ക് ഒരാശ്വാസം കിട്ടും. അതല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെടുമ്പോ ആണുങ്ങൾക്ക് ഭാര്യമാരുടെ ഫോട്ടോ നോക്കിയ ഒരു ആശ്വാസം തന്നെയാ. അങ്ങനത്തെ ആശ്വാസം അല്ല മോളെ ഇത്. ഇതിലും വലിയ പ്രശ്നമല്ല അത് എന്ന് ഓർക്കുമ്പോഴുണ്ടാവുന്ന ഒരാശ്വാസം. അതുകൊണ്ടല്ലേ പുള്ളേ എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരുടെ ഫോട്ടം പേശിക്കൊണ്ട് നടക്കണത്. മനുഷ്യ, നിങ്ങൾ നമ്മളെ ഇടങ്ങേറൊക്കെ പറയണല്ലേ? ഇല്ല, നിങ്ങൾക്ക് നമ്മളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ഓർക്കണം, പിന്നെ പെണ്ണുകാണാൻ വന്നപ്പോ ഞാൻ കൊടുത്തിരുന്ന സാരി നിങ്ങൾ ഓർക്കണം. പിന്നെ തീവണ്ടിക്ക് തലവെക്കാൻ പോകുമ്പോ വന്നത് KK എക്സ്പ്രസ് ആണോ, മദ്രാസ് മെയിൽ ആണോ, ജയന്തി ജനതയാണോ എന്നൊക്കെ ആരെങ്കിലും നോക്കുവാടി. നിങ്ങൾ വലിയ വർത്താനൊന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾ നമ്മളെ എവിടെയെങ്കിലും ഒരു ടൂറിന് കൊണ്ടുപോയിട്ടുണ്ടോ? നിനക്കിപ്പോ ടൂറിന് പോകാഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ നിന്റെ ബന്ധുക്കാർ ഓരോരുത്തർ വിരുന്നുകാരാന്നും പറഞ്ഞ് വന്നിരുന്ന് കുത്തിയിരുന്ന് നമ്മളെ മുടിപ്പിച്ചിട്ട് പോണല്ലേടി. എന്റെ ആങ്ങളുടെ മോൻ വരുമെന്ന് കമ്പി അടിച്ചായിരുന്നു. അവൻ ഈ പടി ചവിട്ടിട്ടുണ്ടെങ്കിൽ ആ കമ്പി എടുത്ത് അവന്റെ തലക്കിട്ട് ഞാൻ അടിക്കും. വിരുന്നുകാരെ കൊണ്ട് വലിയ തൊഴിലായില്ല. അല്ലെങ്കിൽ എന്റെ ആരെങ്കിലും വരുമ്പോ നിങ്ങൾക്ക് ഭ്രാന്താ. എടി, ആ ഹിമാർ വന്ന് കേറി കഴിഞ്ഞാൽ ഭയങ്കര ചെലവാണ്. പണ്ടരടങ്ങനായിട്ട് നാശപ്പെടുന്ന് പോകയില്ല. അടച്ചോനെ, അവന്റെ കാര്യം പറഞ്ഞ് നാക്ക് വളച്ചു കൂട്ടി അവറ്റേക്ക് ഇട്ടുള്ളു. അപ്പോഴത്തേക്ക് നീർക്കോലി എത്തി. കുറച്ചു നേരം നിന്നിട്ട് പൊക്കോട കുരുത്തം കെട്ടോന്നേ. അല്ല വിരുന്ന് പാക്കുവാൻ പരങ്ങി നിൽക്കാതെ തിരിച്ചു പൊക്കോണം. പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അവര് പോയിട്ട് വരെ കാര്യമുള്ളതാണ്. ഞാൻ പോകുന്നില്ല, എനിക്ക് ചായ കുടിക്കാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ശരി, എന്നാ പാത്തുമ്മ പെട്ടെന്ന് ചായ എടുക്കും. അവര് പെട്ടെന്ന് പോകാനുള്ളതാണ്. അങ്ങനെ പറയല്ലേ. പിന്നെ ഉച്ചക്ക് വെക്കുന്ന ചോറ് കൂടി തിന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും. എന്നാ പാത്തുമ്മ
പെട്ടെന്ന് ചോറുണ്ടാക്കാം. അവര് ചോറിനിട്ട് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന്. എന്ന് പറഞ്ഞ വൈകുന്നേരം ഉണ്ടാക്കുന്ന ബിരിയാണി പിന്നെ ആര് ചെയ്യും? എന്നാ പെട്ടെന്ന് പോയിന്ന് വെട്ടിട്ട് ബിരിയാണി ഉണ്ടായി കൊടുക്കുമ്പോൾ അവന് പോണോന്ന്. അല്ല എനിക്കറിയാൻ മേലെ ചോദിക്കാം, എന്നെ പറഞ്ഞു വിടാൻ മാമാക്കന്നെ ഇത്ര ധൃതി? എടാ നിന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല, അത് തന്നെയാ. ഇവനിപ്പൊ എന്ത് ചെയ്തെന്ന് എങ്കിലും പറയണേ. ആ നിനക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. എടാ നീ അപ്പുറത്തെ വീട്ടിലെ റസിയനോട് എന്തോ വേണ്ടാതിനെ പറഞ്ഞിട്ട് നീ അവിടെ മാപ്പ് പറയാൻ ചെന്നാർന്നാ? ചെന്നായിരുന്നു. എടാ മാപ്പ് പറയാൻ ചെന്ന ഒരാളെ എന്തിനാടാ പിന്നെ അവരെ കൂട്ടിയിട്ട് തല്ലിയത്? അത് പിന്നെ ഒരു അക്ഷരത്തെറ്റ് പറ്റിയതാ. എന്തിന്? കുട്ടി എന്നോട് പൊറുക്കണമെന്ന് പറഞ്ഞത് കുട്ടി എന്റെ കൂടെ പൊറുക്കണമെന്നായിപ്പോ എന്റെ മാമ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവനെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളില്ലെന്ന്. നീ കിട്ടുന്ന വണ്ടിക്ക് വിട്ടോ, നീയും കയറിപ്പോടിയകത്ത്. അയ്യടാ മാമ എനിക്ക് വാങ്ങിത്തരാന്ന് പറഞ്ഞ കവാസാക്കി ബൈക്ക് ഇട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പോകൂല എന്റെ മാമ. പടച്ചോനെ ദേവൻ അടുത്ത ചിലപ്പോ നിനക്ക് എന്തിനാടാ ഇപ്പൊ കവാസാക്കി ബൈക്ക്? എടാ നിനക്ക് പടച്ചോൻ എന്തിനാടാ രണ്ട് കാല് തന്നേക്കണത്? ഒരു കാല് ബ്രേക്ക് ചവിട്ടാനും ഒരു കാല് ഗിയർ മാറാൻ. നീ ബൈക്കിന്റെ കാര്യം ഇവിടെ മുണ്ടിപ്പോകരുത്. എടാ റസാക്ക് ഒരു കവാസാക്കി എടുത്തിട്ടുണ്ടായ പുകിൽ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാമോടാ? കവാസാക്കി ഒരമ്പോക്കി ഹലാക്കാക്കി കരമ്പോക്കി കവൻപോക്കി ഉറക്കാക്കി തവസ്റ്റാട്ടാക്കി വെളിവില്ലാത്ത സ്പീഡാക്കി കിടക്കണ് തായ രണ്ടാക്കി ഹലാക്കാക്കി പെടക്കാക്കി റസാക്കിന്റെ കവാസാക്കി. അതൊക്കെ പോട്ടെ, നമ്മള് വന്നപ്പോ ചോദിക്കണോന്ന് വിചാരിച്ചാണ്. എന്താണ് എന്റെ കരണത്തൊരു നീര്? അതൊരു ഉമ്മ തന്നതാ. ഒരു ഉമ്മ തന്നാ അങ്ങനെ നീര് വരുവാടാ? ആ ഉമ്മ അല്ല, പിന്നെ അപ്പുറത്തെ ഐഷയുടെ ഉമ്മ എന്റെ കർണത്തിട്ടൊന്ന് തന്നതാ. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. നീ എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോയിക്കൊള്ളു. ഏയ് ഞാൻ പോവൂല. നീ പോവില്ല? മാമൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ പോകും. അപ്പൊ നീ പോവില്ല അല്ലേ? ഇല്ല പോവൂല. എങ്കിൽ ഞാനും ഒരെണ്ണം തരും. എന്ത്? ഉമ്മ. എന്റെ ഉമ്മ. പടച്ചോനെ എന്താണ് ഫാത്തിമ, എന്ത് പറ്റി? അതോ ആകെ ഇടങ്ങേറായി. എന്താണ്? നമ്മുടെ മൂത്തുമ്മയും മൂത്താപ്പയും മൂത്തുമ്മയുടെ മോളും കെട്ടിയവനും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നതാ. ഇപ്പൊ ഫോൺ വന്നു. ഓ ദേ പിന്നെയും പറ്റി വിരുന്നുകാരി. ഇതാകെ ഇടങ്ങേറാവൂല്ല. ഇനി ഈ ചെലവും കൂടി നമ്മൾ എങ്ങനെ താങ്ങൂടി പാത്തുമ്മ? ഇനി ഈ വീട്ടിൽ ഒരു സാധനം ഉണ്ടാവില്ല, ഒക്കെ അവറ്റകൾ തിന്നു തീർക്കും. ആ പാത്തുമ്മ നമുക്കൊരു പണിയാടി. എന്താ മനുഷ്യനെ? നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നു. ഒന്നോ എപ്പോ? എടിപ്പാടെ അതല്ലെന്ന്. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. ഈ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്കത് പകരും എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പേടിപ്പിക്കണം, മനസ്സിലായ? മനസ്സിലായി. നമുക്ക് രണ്ടുപേർക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ ഇന്ന് കുളിച്ചേ ഉള്ളു. 4 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് പകരും എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് പേടിപ്പിച്ചേക്കണം. അപ്പൊ അവര് തിരിച്ചു വെക്കോളൂ, മനസ്സിലായ? മനസ്സിലായി. ഇങ്ങോട്ട് വരില്ലേ, ഇങ്ങോട്ട് വരില്ലാട്ടോ, ആരും കേറി വരില്ലേ? ശരിയാ ശരിയാ, ഇങ്ങോട്ട് വരില്ലാട്ടോ. ചിക്കൻ ആയിരുന്നു, ചിക്കൻ. ചിക്കൻ ബിരിയാണി അതല്ലെന്ന്, ഞങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് ഇന്ന് കുളിച്ചിട്ടുള്ളൂ. കുളിക്കണേന്റെ അന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പകരം വേഗമൊക്കെ പോയിക്കോളാൻ. വരല്ലേ വരല്ലേ, പകരും പകരും. അതെന്താ? വന്നിട്ട് പടച്ചോനെ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമായി, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമായി, ജനനഭാരങ്ങൾ ചുമന്നും സമയതീരങ്ങൾ തിരഞ്ഞും നിലയുറയ്ക്കാതെ കുഴഞ്ഞും തുഴകളില്ലാതെ തുഴഞ്ഞും ഇരുളിലങ്ങിങ്ങു പകരു തേടുമ്പം കുലുമാൽ. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമായി, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമായി.
മൗനങ്ങൾ തൻ നേർത്തു നീണ്ട ചില്ലയിൽ കനവേറെ നാൾ ഊഞ്ഞാലിടാം അതിൽ നൊമ്പരം നീട്ടി നീട്ടിയാടിടാം ആശാമരം അശയാമരം അതിലായിരം വിരിശം പഴം ഇരുങ്ങിരുങ്ങടങ്ങിയും ഉലുങ്ങുലുങ്ങുലുങ്ങിയും നിറഞ്ഞിടം തൊടാനിടം തടഞ്ഞിടാം അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുന്ന പുല്ലുമാൽ പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുന്ന പുല്ലുമാൽ